നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കേരളത്തിൽ മെയ് 30-ന് കാലവർഷമെത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മഴ കൂടുതൽ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മൂന്നാറിലെ വൻകിട കയ്യേറ്റ മാഫിയയുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. MM മണിയുടെ ബിനാമിയാണ് സഹോദരൻ ലംബോദരനെന്നും ആരോപണം. CPM നേതാവ് NV ബേബിയുടെ മകൻ മഞ്ജുഷിന് കണ്ണീരോടെ നാട് യാത്രാമൊഴിയേകി. മഞ്ജുഷിന്റെ മരണം ഇന്നലെ കരിമണലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ. സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ മാസം 19-ന് ഇടമലക്കുടിയിൽ സന്ദർശനം നടത്തും. സന്ദർശിക്കുന്നത് ഡോക്ടർ പ്രമീള ദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മെയ് 30-ന് കാലവർഷമെത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. പതിവിലും 2 ദിവസം മുമ്പ് കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് ദേശീയ കാലാവസ്ഥാ പഠന വിഭാഗത്തിന്റെ അറിയിപ്പ്. എൽനിനോ പ്രതിഭാസം സംബന്ധിച്ച് ആശങ്കയൊഴിഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ KJ രമേശ് പറഞ്ഞു. ആൻഡമാൻ നിക്കോബാറിൽ ഞായറാഴ്ച കാലവർഷമെത്തിയിരുന്നു. കണക്ക് കൂട്ടിയതിനേക്കാൾ 3 ദിവസം മുൻപാണ് ഇത്. ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു വരികയാണ്. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്താൻ ഇതും അനുകൂല ഘടകമാകുമെന്നാണ് കരുതുന്നത്. ജൂൺ ആദ്യവാരം മഴ തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മഴ കനക്കും. മൂന്നാറിലെ വൻകിട കയ്യേറ്റ മാഫിയയുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. MM മണിയുടെ ബിനാമിയാണ് ലംബോദരനെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആണ്. മൂന്നാറിലെ വൻകിട കയ്യേറ്റ മാഫിയയുമായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട്. MM മണിയെ സംരക്ഷിക്കുന്നതിലൂടെ മലയാളി സ്ത്രീ സമൂഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചിരിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റങ്ങളിലൂടെ മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക ലാഭമുണ്ട്. MM മണിയുടെ ബിനാമിയാണ് MM ലംബോദരനെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. മൂന്നാറിലെ വൻകിട കയ്യേറ്റ മാഫിയയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കുമുള്ള സാമ്പത്തിക ലാഭമാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രമാത്രം വഴിവിട്ട് സംരക്ഷിക്കുന്നത്? ഇത്രമാത്രം ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ ഇല്ലെങ്കിൽ പൊതുവായി വന്നിട്ടുള്ള MM മണിയുടെ സഹോദരൻ ലംബോദരൻ, അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. CPMന്റെ സാധാരണ പ്രവർത്തകനായിരുന്നു. CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെട്ട അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ ആരോപണമുണ്ട്. ഈ MM മണിയുടെ ബിനാമിയാണ് സ്വന്തം സഹോദരനായ ലംബോദരൻ എന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. മൂന്നാർ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി 1-ാം പ്രതിയാണ്. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ക്രിമിനൽ കേസുകളിലെ പ്രതിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. പട്ടയത്തിലെ ഏതൊക്കെ ഉപാധികളാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണം. സർക്കാരിന്റെ 1-ാം വാർഷികത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. 15 വർഷത്തെ MM മണി, ലംബോദരൻ എന്നിവരുടെ സ്വത്തുവകകളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഡീൻ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴി, മനോജ് മുരളി, TC സുനിൽ, ബിജോ മാണി, മുകേഷ് മോഹൻ, MA അൻസാരി, അരുൺ കൈസ് എന്നിവരും പങ്കെടുത്തു. സമസ്ത മേഖലകളും തകർത്ത ഗവൺമെന്റാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാരെന്ന് ആന്റോ ആന്റണി MP. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന്റെ സ്വീകരണ യോഗം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മുഖ്യമന്ത്രി പറഞ്ഞ DGP കേൾക്കുമോ? DGP പറഞ്ഞാൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാര് കേൾക്കുമോ? ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥന്മാര് കേൾക്കുമോ? മുഖ്യമന്ത്രി പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ ഒരു തുണ്ടുകടലാസ് അനങ്ങുമോ? ഇത്ര ദയനീയമായി തകർന്ന് തരിപ്പണമായ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥർ പോലും അനുസരിക്കാറില്ല. പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാർ ആരാണെന്ന് പോലും ജനങ്ങൾക്ക് പോലും അറിയില്ലെന്നും ആന്റോ ആന്റണി പറഞ്ഞു. കാശിന് കൊള്ളാത്ത കുറെ മന്ത്രിമാർ, ആരാണ് മന്ത്രിമാരെന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല. ഒരു ഭരണവും നടക്കുന്നില്ല. ഇടുക്കിയിൽ നിന്നും ഒരു മന്ത്രി വന്നിട്ടുണ്ട്. സാധാരണ
നമ്മുടെ പള്ളിക്കൂടത്തെ പിള്ളേരെ എഴുത്തിനെഴുത്തുമ്പോൾ ആദ്യം എഴുതിക്കുന്നത് തറ എന്നാണ്. ആ തറയിൽ നിന്ന് ഇന്ന് വരെ ഉയരാത്ത ഒരു മനുഷ്യൻ കൊലക്കേസിൽ പ്രതിയാണ്, വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ മനുഷ്യനെ പിടിച്ച് മന്ത്രി കസേരയിലിരുത്തി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പുലഭ്യം പറയിക്കുക എന്നുള്ള പണിയാണ് ഇപ്പം മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യമെമ്പാടും വർഗീയതയുടെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. ആർഎസ്എസിനെ ഉപയോഗിച്ച് വർഗീയതയുടെ വിഷം കുത്തിനിറയ്ക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും ആന്റണി കുറ്റപ്പെടുത്തി. മാഫിയകളുടെ സഹായത്തോടെയാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതെന്നും അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ജാഥ ക്യാപ്റ്റനായ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കട്ടപ്പനയിലെത്തിയ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. പാർലമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ബിജോ മാണി, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ജോയി പൊരുന്നോലി, സേവാദൾ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ചെയർമാൻ ജോണി ശ്രീരാംകുന്നൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി TS ബേബി, ശ്രീ AP ഉസ്മാൻ, ശ്രീ KB സെൽവം, ശ്രീ CB പാറപ്പായി, ശ്രീ MD അർജുനൻ, ശ്രീ മനോജ് മുരളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് മനോജ് മുരളി, അരുൺ പൊടിപാറ, യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സജീവ് KS, ശ്രീ ജോയി ആനിത്തോട്ടം, ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ ജോസ് പൂരക്കാട്ടിൽ. സ്വീകരണ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോയ് വെട്ടിക്കുഴി, ബിജോ മാണി, ജോണി ചീരാങ്കുന്നൽ, തോമസ് രാജൻ, AP ഉസ്മാൻ, ജോയ് തോമസ്, TS ബേബി, മനോജ് മുരളി, ജോയ് പൊരുന്നോലി തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാവ് NV ബേബിയുടെ മകൻ മഞ്ജുഷിന് കണ്ണീരോടെ നാടിന്റെ യാത്രാമൊഴി. ഇന്നലെ കരിമണലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് മഞ്ജുഷ് മരിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ NV ബേബിയുടെ മകൻ മഞ്ജുഷിന്റെ ശവസംസ്കാരം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ പണിക്കൻകുടി സെന്റ് ജോൺ വിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ. പണിക്കൻകുടി ഞാറക്കുളത്തെ വീട്ടിൽ രാവിലെ 10:30 പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. മഞ്ജുഷിന്റെ സഹപാഠികളും സഹപ്രവർത്തകരുമായ നൂറുകണക്കിന് ആളുകൾ രാവിലെ തന്നെ പണിക്കൻകുടിയിലെത്തിയിരുന്നു. പരേതനോടുള്ള ആദരസൂചകമായി ഉച്ച മുതൽ വൈകിട്ട് വരെ പണിക്കൻകുടിയിൽ കടകമ്പോളങ്ങൾ അടച്ചു. നൂറുകണക്കിന് വാഹനങ്ങൾ പണിക്കൻകുടി ടൗണിൽ നിന്ന് പള്ളിയിലേക്കുള്ള മൃതസംസ്കാര യാത്രയിൽ അണിനിരന്നു. മന്ത്രി MM മണി, റോഷി അഗസ്റ്റിൻ MLA, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അഡ്വക്കേറ്റ് EM ആഗസ്തി, ജോസ് പാലത്തിനാൽ, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ജുഷിന്റെ മാതാപിതാക്കളായ NV ബേബിക്കും ഭാര്യ ആൻസിക്കും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇരുവരും അപകടത്തിൽ പരിക്കേറ്റ് ആലുവ രാജഗിരിയിൽ ചികിത്സയിലാണ്. കോതമംഗലത്തെ ആശുപത്രിയിലെത്തിച്ചാണ് ഇവരെ മഞ്ജുഷിന്റെ മൃതദേഹം കാണിച്ചത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ മാസം 19-ന് ഇടമലക്കുടിയിൽ സന്ദർശനം നടത്തും. ഡോക്ടർ പ്രമീള ദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തുന്നത്. ഇടമലക്കുടിയിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ആദിവാസികളുടെ പരാതികൾ സ്വീകരിക്കുന്നതിനുമായാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ 19-ാം തീയതി ഇടമലക്കുടി സന്ദർശിക്കുന്നത്. ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഒരു ജനസമ്പർക്ക പരിപാടി തന്നെ നടത്തിപ്പോകും. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്ക് വിവിധ സർക്കാർ വകുപ്പുകളുടെ സംയുക്തമായ ഒരു സന്ദർശനം വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. സംസ്ഥാനത്തെ പ്രധാന ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 2010 നവംബർ 1-ന് പഞ്ചായത്ത് രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ആദിവാസികളുടെ ഉന്നമനത്തിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. പദ്ധതികൾ പലതും അനുവദിക്കുമ്പോഴും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാത്തതിനാൽ സർക്കാർ ചിലവഴിക്കുന്ന തുകയുടെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ആദിവാസികൾക്ക് പ്രയോജനപ്പെടുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഇടമലക്കുടി പാക്കേജിനായി 10.76 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെങ്കിലും 8 കിലോമീറ്റർ റോഡ് നിർമ്മാണം മാത്രമാണ് നടന്നത്. 250 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും 50 എണ്ണം മാത്രമാണ് പൂർത്തിയായത്. അടുത്തിടെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകും. വിവിധ വകുപ്പിന്റെ പ്രതിനിധികളും കമ്മീഷൻ അംഗത്തോടൊപ്പം ഉണ്ടാകും. ഉപ്പുതറ മേമാരി ആദിവാസി മേഖലയിലേക്കുള്ള റോഡ് നിർമ്മാണം സാങ്കേതിക കാരണങ്ങളാൽ വൈകുന്നു. 20 കോടി രൂപ അനുവദിച്ച റോഡ് ജില്ലാ മേജർ റോഡിന്റെ പട്ടികയിൽ വന്നതാണ് തിരിച്ചടിയായത്.
ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കുകയും പിന്നീട് വനത്തിന് നടുവിൽ കുടിയിരുത്തുകയും ചെയ്ത ആദിവാസികളാണ് മേമാരിയിലെ 82 കുടുംബങ്ങൾ. ഇവരുടെ യാത്രാ ദുരിതത്തിന് അരനൂറ്റാണ്ട് പഴക്കമുണ്ട്. ഉപ്പുതറയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെ ഒറ്റപ്പെട്ട ആദിവാസി ഗ്രാമമാണ് മേമാരി. ഉപ്പുതറയിൽ നിന്ന് കണ്ണമ്പടി വരെ ജീപ്പുകൾ സർവീസ് നടത്തും. പിന്നീടുള്ള 8 കിലോമീറ്റർ വനത്തിലൂടെ കാൽനട യാത്ര ചെയ്തു വേണം ഇവർക്ക് മേമാരിയിലെത്താൻ. ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം പോലും വിപണിയിലെത്തിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണ്. രോഗം വന്ന പലരെയും സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വന്നതിനാൽ മരണം പോലും ഉണ്ടായ സംഭവങ്ങളുണ്ട്. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രതിസന്ധിയിലാണ്. ഇവരുടെ അരനൂറ്റാണ്ട് കാലത്തെ ആഗ്രഹമാണ് വൈദ്യുതിയും വഴിയും. വൈദ്യുതി കഴിഞ്ഞ ദിവസം ലഭിച്ചെങ്കിലും വഴിയുടെ കാര്യത്തിൽ ഇനിയും കടമ്പകൾ കടക്കേണ്ടതുണ്ട്. വളകോട് കണ്ണമ്പടി മേമാരി റോഡിന് ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചു. ആദ്യ റീച്ചായി 5 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചു. എന്നാൽ ജില്ലയിലെ മേജർ റോഡിന്റെ ലിസ്റ്റിൽ മേമാരി റോഡ് ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ സാങ്കേതിക അനുമതി ലഭിക്കില്ല. വളകോട് കണ്ണമ്പടി മേമാരി റോഡുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ നമുക്ക് 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. എൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ 5 കോടി രൂപ നമുക്ക് ഭരണാനുമതി ലഭിച്ചുവെങ്കിലും മേജർ ഡിസ്ട്രിക്ട് റോഡുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാണ് റോഡിൻ്റെ ഭരണാനുമതി വന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ക്യാബിനറ്റ് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ സാങ്കേതിക അനുമതി ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അവറുകളുമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേക തീരുമാനമായി അദ്ദേഹം അത് എടുത്ത് ക്യാബിനറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അനുമതി, സാങ്കേതിക അനുമതി ഏറെ കാലതാമസമില്ലാതെ ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി റോഡ് നിർമ്മിക്കാൻ സാങ്കേതിക അനുമതി ലഭിക്കണമെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനമുണ്ടാകണം. ഇതിനായി ES ബിജിമോൾ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനെ സമീപിച്ചിരിക്കുകയാണ്. മറയൂർ ചന്ദന റിസർവിൽ പുറവയൽ ഭാഗത്ത് തീപടർന്ന് ഹെക്ടർ കണക്കിന് വനം കത്തിനശിച്ചു. കൂടക്കാട് ആദിവാസി കോളനി നിവാസികൾക്കായി വനാവകാശ നിയമപ്രകാരം കൈമാറിയ പ്രദേശത്താണ് തീ പടർന്നു പിടിച്ചത്. വൈകുന്നേരം 4 മണിയോടെ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ വനപാലകർ ശ്രമം നടന്നുവരുന്നു. സംസ്ഥാനത്തെ മിക്ക ഭാഗങ്ങളിലും ആശ്വാസകരമായ രീതിയിൽ വേനൽമഴ ലഭിച്ചെങ്കിലും മറയൂർ മേഖലയിൽ മഴ ഇതുവരെ ലഭ്യമാകാത്തതിനാൽ വനമേഖല വരണ്ടുണങ്ങിക്കിടക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വനത്തിൽ തീ പടരുന്ന സംഭവങ്ങൾ കുറവായിരുന്നു. കഴിഞ്ഞ ദിവസം തീ പടർന്ന് കത്തിനശിച്ച വനമേഖലയിൽ ചന്ദനമരങ്ങൾ ഇല്ലായിരുന്നു എന്ന് മറയൂർ റേഞ്ച് ഓഫീസർ ജോബ് നേരിയാമ്പറമ്പിൽ പറഞ്ഞു. 65 സ്ക്വയർ കിലോമീറ്റർ വരുന്ന മറയൂർ ചന്ദന ഡിവിഷനിലെ 13 സ്ക്വയർ കിലോമീറ്റർ വരുന്ന മറയൂർ ടൗണിനോട് ചേർന്ന ഭാഗത്താണ് ചന്ദനമരങ്ങൾ വളരുന്നത്. ഉപ്പുതറ ചപ്പാത്ത് പൊരികണ്ടി നിവാസികൾ ഗതാഗത സൗകര്യമില്ലാതെ വലയുന്നു. 40 വർഷം പഴക്കമുള്ള റോഡാണ് കാട്ടുപാതയ്ക്ക് തുല്യമായി കിടക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ ഏറ്റവും മോശമായ റോഡുകളിലൊന്നാണ് ചപ്പാത്ത് പൊരികണ്ണി റോഡ്. കാട്ടുറോഡിന് തുല്യമാണ് ഇപ്പോൾ റോഡിന്റെ അവസ്ഥ. 100 കണക്കിന് കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് വികസനമില്ലാതെ കിടക്കുന്നത്. കാൽനടക്കാർക്ക് പോലും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ്. സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുഞ്ഞുനാൾ തൊട്ടേ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഈ ഉപ്പുതറ പഞ്ചായത്തിലെ ഒരു പ്രയോജനവും കിട്ടാത്തത് ഈ പൊരികണ്ണി ഈ ഭാഗത്തെ റോഡുകൾക്കാണ്. ബാക്കി എല്ലാ റോഡുകളും ഒരുവിധമൊക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ പണ്ട് കിടന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഒരു വണ്ടിയൊക്കെ വരണമെങ്കിൽ തന്നെ മഴക്കാലത്തൊക്കെ എന്ത് പാടാന്നറിയും. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും എല്ലാം മുറ്റത്ത് വണ്ടി വരും. വഴിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ടാറിട്ട റോഡൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക്. വർഷങ്ങളായി റോഡ് ഇതേ അവസ്ഥയിലാണ്. 40 വർഷത്തിലധികം പഴക്കമുള്ള റോഡ് മഴ പെയ്താൽ ചെളിക്കുണ്ടായി മാറും. ഉപ്പുതറ പഞ്ചായത്തുകാർ ഒരു കാര്യം റോഡിന് വേണ്ടി ചെയ്യുന്നില്ല. ഈ പ്രദേശം ഞങ്ങളുടെ റോഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കിടക്കുന്നത്. ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ പോലും യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ റോഡിന്റെ ദുരവസ്ഥ കാരണം കഴിയില്ല. കയറ്റിറക്കങ്ങൾ നിറഞ്ഞ റോഡിൽ കാട്ടുകല്ലുകൾ കൂടിക്കിടക്കുന്നത് കാൽനടക്കാർ വീണ് പരിക്കേൽക്കുന്നതിനും കാരണമാകുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും റോഡ് നന്നാക്കാമെന്ന് വാഗ്ദാനങ്ങളല്ലാതെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉപ്പുതറ പഞ്ചായത്തിലെ 12, 13 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് അവഗണനയിൽ കിടക്കുന്നത്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളും റോഡിനായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വിനോദസഞ്ചാരികളുടെ പറുദീസയായി കാറ്റാടിക്കടവ് മാറുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 820 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം തൊടുപുഴ വണ്ണപ്പുറം പഞ്ചായത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരെയുള്ള ഇല്ലിക്കക്കല്ല് സഞ്ചാരികളുടെ ഇഷ്ട പറുദീസയായി മാറുകയാണ്. വേനൽ കടുത്തതോടെ ദിനംപ്രതി 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി തിരിക്കുന്ന സഖ്യപർവ്വതത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഇല്ലിക്കക്കല്ല്. 2013 മുതലാണ് ഇല്ലിക്കക്കല്ല് വാർത്തകളിൽ സ്ഥാനം പിടിച്ചത്. ഇതോടെ ജോസ് കെ മാണി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ഇവിടേക്കുള്ള പാത സഞ്ചാരയോഗ്യമാക്കി. ഇതിനോടകം നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷനും ഇല്ലിക്കക്കല്ല് സാക്ഷിയായി. അടുത്തിടെ ഇറങ്ങിയ ദുൽഖർ സൽമാൻ ചിത്രം CAAയുടെ ഒരു ഗാനവും ഇല്ലിക്കക്കല്ലിൽ ചിത്രീകരിച്ചു. ഇതിനോടകം മലയാള സിനിമയുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ കൂടിയായി മാറിയിരിക്കുകയാണ് ഇല്ലിക്കക്കല്ല്. ഇവിടെ ഞാനിപ്പോൾ ആദ്യമായിട്ട് വരുന്നത് വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്.
ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം ഇങ്ങനെ ഒരിക്കലും അരിക്കാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം സാധാരണ ടൂറിസ്റ്റുകൾ വന്ന പ്ലാസ്റ്റിക് മാലിന്യം എപ്പോഴും ഇവിടെ വരുന്ന കാരണത്താൽ അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതിങ്ങനെ വന്ന് നശിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഏറ്റവും നല്ല ഭംഗിയായ ഒരു സ്ഥലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ ഗവൺമെന്റ് അതോറിറ്റി അതിന് തക്ക പ്രിക്കോഷൻ എടുക്കണം. 2 കൂറ്റൻ മലകൾക്കിടയിലൂടെ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർ ഇവിടെ കൊക്കയിൽ വീണ് മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സഞ്ചാരികൾക്ക് മലയുടെ മുകളിൽ കയറുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. മലയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന വിശ്വാസവും ഒരു കാലത്ത് പ്രദേശവാസികൾ വെച്ചുപുലർത്തിയിരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നും മേലുകാവിൽ നിന്നും ഇല്ലിക്കക്കല്ലിൽ എത്തിച്ചേരാൻ സാധിക്കും. മലമുകളിലേക്ക് വാഹനത്തിരക്ക് വർദ്ധിച്ചതോടെ ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ ജീപ്പിലാണ് അടിവാരത്ത് നിന്നും സന്ദർശകരെ മലമുകളിൽ എത്തിക്കുന്നത്. മൂന്നാർ പുഷ്പമേള മെയ് 21 വരെ നീട്ടി. ഈ മാസം 14 അവസാനിക്കേണ്ട പുഷ്പമേളയാണ് സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് 21 വരെ നീട്ടിയതെന്ന് സംഘാടകർ അറിയിച്ചു. മൂന്നാർ ഹൈഡൽ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മൂന്നാർ പുഷ്പമേളയുടെ സമയപരിധി നീട്ടി. മെയ് 14 പുഷ്പമേള അവസാനിക്കുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും 21 വരെ മേള നീട്ടുകയായിരുന്നു. പൊമ്പിളെ ഒരുമയുടെ സമരങ്ങളടക്കം നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച മൂന്നാറിൽ ഒരാഴ്ചക്കിടെയാണ് സന്ദർശകർ എത്തിത്തുടങ്ങിയത്. സമരം അവസാനിച്ചതോടെ മൂന്നാറിലെ ഹോട്ടലുകൾ, കോട്ടേജുകൾ, റിസോർട്ടുകൾ എന്നിവ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. ഇതോടെ പുഷ്പമേളയ്ക്കെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായത്. ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട്ടിൽ വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ അന്വേഷണത്തിന്റെ ഒരു തുടക്കമായിരിക്കണം ഇന്ന് ഈ ഒരു ദിവസം. നമുക്ക് വലിയ രീതിയിൽ മുൻപോട്ട് പോകുവാനുണ്ട്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഞങ്ങളുടെയൊന്നും തലമുറയിൽ ഉണ്ടായിരുന്ന രീതിയിലല്ല ഇന്ന്. 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ ചോദിക്കുകയാണ് നീ ആരാകണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള പഠിത്തം നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുമ്പോഴും +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോഴും ഒക്കെ വളരെ ആലോചിച്ചുറപ്പിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ ആ രംഗത്തെ പറ്റിയുള്ള നല്ല ബോധ്യം, അറിവ് നമുക്കുണ്ടാകണം. വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഹൈറേഞ്ച് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ വണ്ടൻമേടിൽ സംഘടിപ്പിച്ചത്. വണ്ടൻമേട് NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ഹൈറേഞ്ച് NSS ഹ്യൂമൻ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ KK രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധൻ മാർട്ടിൻ ജോസ് ക്ലാസ് നയിച്ചു. NT മധുസൂദനൻ നായർ, AD അശോകൻ, MC സുനിൽകുമാർ, സുമ രവീന്ദ്രൻ, ശ്യാമള മധു, ശ്രീദേവി S. ലാൽ, ഉഷ ബാലൻ എന്നിവർ സംസാരിച്ചു. സെമിനാറിന് KG സുദർശനൻ നായർ, B. രാധാകൃഷ്ണൻ നായർ, പ്രതീഷ് കുമാർ, നിഷ സനൽ എന്നിവർ നേതൃത്വം നൽകി. കരയോഗത്തിനു കീഴിലെ 300-ൽ പരം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. KK വിനോദ് അനുസ്മരണം ഇരട്ടയാറിൽ നടന്നു. രക്തസാക്ഷിത്വ ദിനാചരണം CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KK വിനോദിന്റെ 16ാമത് രക്തസാക്ഷിത്വ ദിനാചരണം വിപുലമായ പരിപാടികളോടെയാണ് ഇരട്ടയാറിൽ നടന്നത്. റെഡ് വോളണ്ടിയർ പരേഡും റാലിയും ഇരട്ടയാർ ടൗണിനെ ചുവപ്പണിയിച്ചു. ശാന്തിഗ്രാം കാർഗിൽ പടിയിൽ നിന്നും ഇരട്ടയാർ ടൗണിലേക്ക് 100 കണക്കിന് റെഡ് വോളണ്ടിയർമാർ അണിനിരുന്ന പരേഡ് നടന്നു. 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷികളായി തങ്ങളുടെ മക്കളെ ഇതുപോലെ നഷ്ടപ്പെടേണ്ടി വന്ന, നൽകേണ്ടി വന്ന ലക്ഷോപലക്ഷം വരുന്ന മാതാപിതാക്കൾ നമ്മുടെ ലോകത്തുണ്ടെന്ന് കാണാം. അങ്ങനെ നൽകിയ മഹത്തായ സംഭാവനയുടെ ഭാഗമായിട്ടാണ് ആധുനിക കേരളവും ആധുനിക ലോകവും ഇന്ന് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അടിമ സമാനമായി ജീവിക്കുകയും മുതലാളിത്തത്തിന്റെ തീക്ഷ്ണമായ ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും ആ മുതലാളിത്തത്തിന്റെ കൊടും കരാളമായ ഹസ്തങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ജനതതി അതിന്റെ മോചനത്തിനു വേണ്ടിയുള്ള മഹാപ്രവാഹത്തിൽ വളരെ ജീവത്യാഗങ്ങളാണ് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. അനുസ്മരണ സമ്മേളനത്തിൽ റോയി മാത്യു അധ്യക്ഷനായിരുന്നു. KS മോഹനൻ, VR സജി, MC ബിജു, മാത്യു ജോർജ്, VS ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. DYFI വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന KK വിനോദിനെ 2001 മെയ് 16 രാഷ്ട്രീയ എതിരാളികൾ ഇരട്ടയാറ്റിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കട്ടപ്പന വെള്ളയംകുടി സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ ജോസ് പ്ലാച്ചിക്കലിന് യാത്രയയപ്പ് നൽകി. കട്ടപ്പന മുനിസിപ്പൽ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളി വികാരിയും
കട്ടപ്പന മുനിസിപ്പൽ വികസന സമിതി രക്ഷാധികാരിയുമായ ഫാദർ ജോസ് പ്ലാച്ചിക്കലിനാണ് കട്ടപ്പന വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഇടവകയിലെ സുത്രഹ സേവനത്തിന് ശേഷമാണ് ഫാദർ ജോസ് പ്ലാച്ചിക്കൽ സെന്റ് ജോർജ് വെള്ളയാങ്കുടി പള്ളിയുടെ പടിയിറങ്ങുന്നത്. ഇടുക്കി രൂപത വികാരി ജനറലായാണ് വൈദികന് സ്ഥാനപദവി ലഭിച്ചത്. ഇടുക്കി കവല സമിതി ഓഫീസിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ സമിതി ഭാരവാഹികളായ CK മോഹനൻ, സാബു പ്ലാത്തോട്ടാണി, ജോസഫ് കുഴിപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വൃക്കദാനത്തിലൂടെ സമൂഹത്തിന് മാതൃകയായ കുന്നേൽ പയസുകുട്ടി ജോണിനെ ആദരിക്കുകയും കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അർച്ചന ശ്രീനിയെ അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് ഫാദർ ജോസ് പ്ലാച്ചിക്കലും പയസുകുട്ടിയും മറുപടി പ്രസംഗം നടത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ജൂൺ 17-ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം കട്ടപ്പനയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. കഴിഞ്ഞ 1 വർഷത്തെ ഭരണം കൊണ്ട് LDF കേരളത്തെ എല്ലാ മേഖലയിലും തകർത്തുവെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം തീരുമാനിച്ചു. സമരത്തിന് മുന്നോടിയായി ജൂൺ 17-ന് കട്ടപ്പനയിൽ വിപുലമായ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. LDF വന്നാൽ എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം രാഷ്ട്രീയ പ്രഹസനമായിരുന്നെന്ന് കഴിഞ്ഞ 1 വർഷത്തെ ഭരണം തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു. സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചു. റേഷൻ വിതരണം നിലച്ചു. കാർഷിക വിളകൾക്ക് വില കുറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. വിദ്യാഭ്യാസ മേഖലയും തകർച്ചയെ നേരിടുകയാണ്. കടബാധ്യതകൾ മൂലം കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലെത്തി. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഐക്കര, KTUC ജില്ലാ പ്രസിഡന്റ് ഷിബു കറ്റുവീട്ടിൽ, വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജി ജോസഫ്, പാർട്ടി വൈസ് പ്രസിഡന്റുമാരായ സാജു പുളിക്കത്തുണ്ടി, റോബർട്ട് വടക്കേനാത്ത്, മണ്ഡലം സെക്രട്ടറി മാമച്ചൻ ആടിമാക്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. LDF സർക്കാർ വരുന്നതിന് മുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം LDF വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയത്. പക്ഷേ ഭരണത്തിലേറി 1 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതികളും ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല, എല്ലാ മേഖലയും നശിപ്പിച്ച ഒരു ഭരണമാണ് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന നില തകർത്ത്, കാർഷിക വിളകൾക്ക് വിലയില്ലാതെ, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച്, സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ച് കേരളത്തെ ആകെ പിന്നോട്ടടിച്ച ഒരു ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായൊരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് കേരള കോൺഗ്രസ് പാർട്ടി സമരരംഗത്തേക്ക് കടന്നു വരാനായി തീരുമാനിച്ചത്. വാർത്താസമ്മേളനത്തിൽ കുഞ്ഞുമോൻ ചാരങ്ങാട്ട്, ജിജോ പഴയച്ചിറ, ആന്റണി വടയാറ്റ്, ബ്യൂല ബിനോജ്, ഫിലിപ്പോസ് കുടിലിൽ, തോമസ് തറക്കുളം, ബിനോജ് മലമാക്കൽ, രാജേഷ് കരിമറ്റത്തിൽ, റെജി കയ്യാലിക്കകത്ത് എന്നിവരും പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും നിറയെ വെള്ളവുമായി ലബ്ബക്കടയിൽ ഒരു കുഴൽക്കിണർ നോക്കുകുത്തിയാകുന്നു. കാഞ്ചിയാർ പഞ്ചായത്ത് മുൻ ഭരണസമിതിയാണ് 3 ലക്ഷം രൂപ മുടക്കി ഈ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. കാഞ്ചിയാർ ലബ്ബക്കടയിൽ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരുന്നത് ലബ്ബക്കടയിലെ പഞ്ചായത്ത് കിണറായിരുന്നു. ഇത് പിന്നീട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. ഈ കിണറ്റിൽ വൻതോതിലാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കിണറിനെ ഉപേക്ഷിച്ച് തൊട്ടടുത്തായി കുഴൽക്കിണർ കുഴിക്കുകയും മോട്ടോർ പുരയും മോട്ടോറും സ്ഥാപിച്ച് വൈദ്യുതി കണക്ഷനും എടുത്തു. എന്നാൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചില്ല. വൈദ്യുതി കണക്ഷൻ ലഭിച്ച് ആദ്യ ബില്ല് വരികയും അടയ്ക്കാതിരിക്കുകയും ചെയ്തതിനാൽ വൈദ്യുതി വകുപ്പ് ഫീസ് ഊരി. ഇതോടെ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. വർഷങ്ങളായിട്ട് ഈ കാഞ്ചിയാർ പഞ്ചായത്തിൽ ഒരു കിണർ വർഷങ്ങളായിട്ട് വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറാണ്. അതിപ്പോൾ കാട് കയറി മൂടി ആകെപ്പാടെ നാശമായി കിടക്കും. അതിൻ്റെ അത് കൊട്ടുകുടി കുപ്പിയും ചാരായ കുപ്പിയും മദ്യം കഴിച്ച കുപ്പികളെല്ലാം അത് നിറയാറായിട്ടുണ്ട്. അപ്പോൾ ഈ കുഴൽക്കിണറും കൂടെ അടിച്ചിട്ടിരിക്കുകയാണ്. ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാനായിട്ട് കുഴൽക്കിണർ അടിച്ചു. ആ കിണറും എല്ലാം കാട് കയറി മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് എത്രയും വേഗം നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കെല്ലാം വെള്ളം കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കുഴൽക്കിണറിനും പമ്പുകോസിനും ചുറ്റും ഇപ്പോൾ കാട് വളർന്ന് ഇഴജന്തുക്കളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പഴയ കിണറിനും കുഴൽക്കിണറിനും ചുറ്റും ഇപ്പോൾ മാലിന്യങ്ങളും കൂടിക്കിടക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതെന്നും ആരോപണമുണ്ട്. കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. അടിയന്തരമായി കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. തിരുവല്ല ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച കട്ടപ്പനയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബ്ബും ബിലിവേഴ്സ് ചർച്ചും സംയുക്തമായാണ് ക്യാമ്പ് നടത്തുന്നത്.
ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം അധ്യക്ഷത വഹിക്കും. കട്ടപ്പന സബ് ജഡ്ജ് ഡി സുധീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിൽ ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം രോഗികളെ പരിശോധിച്ച് മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യും. ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ്. 20/5/2017 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ആണ് ക്യാമ്പിന് തുടക്കമിടുന്നത്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കട്ടപ്പന സബ് ജഡ്ജ് ശ്രീ ഡി സുധീർ അവറുകളാണ്. ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ചാണ്ടി ആമുഖ സന്ദേശം നടത്തും. കാർഡിയോളജി, നെഫ്രോളജി, ഓങ്കോളജി, ഗ്യാസ്ട്രോളജി, എൻട്രോളജി, പൾമണോളജി, ENT, പീഡിയാട്രിക്, സർജറി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി, ഗൈനക്കോളജി, കൌൺസിലിംഗ് ഉൾപ്പെടെ 14 ഡിപ്പാർട്ട്മെന്റുകളിലെ 30-ലേറെ വിദഗ്ധ ഡോക്ടർമാർ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കും. ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ അഡ്മിറ്റാകുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് കാരുണ്യസ്പർശം ഹെൽത്ത് സ്കീമിലൂടെ ചികിത്സാ സഹായവും നൽകും. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം, ബിലിവേഴ്സ് ചർച്ച് ഇടുക്കി ഭദ്രാസന സെക്രട്ടറി ഫാദർ ബാബു പോൾ, ഫാദർ അനിൽ സി മാത്യു, രാജീവ് ജോർജ്, ജോയി മാത്യു, സിബി കൊല്ലംകുടി, KV സോമൻ, എബ്രഹാം ജോസഫ്, TS ബേബി എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 1977, 1981 ബാച്ചുകളിൽ പഠിച്ചവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 21-ാം തീയതി നടക്കും. കോളേജ് പ്രിൻസിപ്പാൾ കൃഷ്ണകുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 1977-79, 1978-80, 1979-81 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മുന്നോടിയുടെ 4ാം വാർഷികമാണ് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ കൃഷ്ണകുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു കറ്റ്യാമല അധ്യക്ഷനായിരിക്കും. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 4ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ മാസം മെയ് 2017 മെയ് മാസം 21-ാം തീയതിയാണ്, ഈ വരുന്ന സൺഡേ. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 1977, 78, 79, 81 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മുന്നോടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. 4ാം വാർഷികമാണിപ്പോൾ. 21/5/2017 ഞായറാഴ്ച 10 AM മുതൽ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. 3 ബാച്ചുകളിലായി 360 വിദ്യാർത്ഥികളാണ് ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിരുന്നത്. 200ഓളം സഹപാഠികൾ ചടങ്ങിൽ സംബന്ധിക്കും. അധ്യാപകരും പങ്കെടുക്കും. സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ ബാബു കറ്റ്യാമല, തോമസ് VT, ജോസഫ് ML, മാത്യു അഗസ്റ്റിൻ, കുമാരി OB, കുഞ്ഞമോൻ TK, മാത്യു KJ, NK രാജൻ എന്നിവർ പറഞ്ഞു. കട്ടപ്പന മുദ്ര നൃത്ത വിദ്യാലയത്തിന്റെ 2ാം വാർഷികവും കുട്ടികളുടെ അരങ്ങേറ്റവും കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. കട്ടപ്പന DYSP NC രാജ്മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മുദ്ര നൃത്ത വിദ്യാലയത്തിന്റെ 2ാം വാർഷികാഘോഷവും കുട്ടികളുടെ അരങ്ങേറ്റവും നൃത്തസന്ധ്യയും മുദ്രാക്യം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ കൌൺസിലർ മനോജ് M. തോമസ് അധ്യക്ഷത വഹിച്ചു. D4 ഡാൻസ് ഫെയിം ഫിദ അഷ്റഫ് ലോഗോ പ്രകാശനം നടത്തി. സിനിമാ സീരിയൽ താരം ഐശ്വര്യ രാജീവ് നൃത്തസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. നൃത്തം ഒരു ദൈവിക വരദാനമാണ്. ഗ്രേസ് മാർക്കിന് വേണ്ടിയും വെറും മത്സരങ്ങൾക്ക് വേണ്ടിയും മാത്രം നൃത്തത്തെ കാണരുതെന്ന് ഐശ്വര്യ രാജീവ് പറഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ദൈവമായിട്ട് അനുഗ്രഹിച്ചു തന്ന ആ ഒരു കഴിവിനെ അതിൻ്റെ എത്രത്തോളം ആഴത്തിൽ പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം നന്നായിട്ട് പഠിച്ച് നിങ്ങളെ സഹായിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇത്രയും നല്ല ഗുരുക്കന്മാർ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് മുന്നിൽ നിർത്തി കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ, നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൌൺസിലർ CK മോഹനൻ, തോമസ് രാജൻ, രക്ഷകർതൃ പ്രതിനിധി ഉഷ മനോജ്, മുദ്ര സ്കൂൾ ഡയറക്ടറും നൃത്ത അധ്യാപകനുമായ അരുൺ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നടൻ ജയറാമിന്റെ മുഴുവൻ സിനിമകളും ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കിയ ഡയാന സാബുവിനെ അനുമോദിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് മുദ്ര നൃത്ത വിദ്യാലയത്തിലെ 12-ൽ പരം വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നൃത്തസന്ധ്യയും അരങ്ങേറി.
പാറത്തോട് ബീനാമോൾ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ജനമൈത്രി ഫുട്ബോൾ പരിശീലന ക്യാമ്പിൽ മുൻ ഇന്ത്യൻ ടീം ഗോളിയും കേരള പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റുമായ KT ചാക്കോ സന്ദർശനം നടത്തി. ഫുട്ബോൾ രംഗത്ത് ഇടുക്കിയിൽ നിന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ നിരവധി താരങ്ങളുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവധിക്കാലത്ത് ലഭിച്ച ഈ പരിശീലന പരിപാടിക്ക് തുടർച്ചയുണ്ടാകണമെന്നും സമർപ്പണ മനസ്സോടെ വിദ്യാർത്ഥികൾ കായിക പരിശീലനം നടത്തണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ജനമൈത്രി പ്രോഗ്രാം ഓഫീസർ KD മണിയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ വക്കച്ചൻ തോമസ്, ഫാദർ ബോബി ബംഗാലൂർ, ബിജു വള്ളോം പുരയിടം, VK സുരേന്ദ്രൻ, ആന്റണി മുനിയറ, BM സുബ്രഹ്മണ്യൻ, ഷാജൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജലദൂത് പരിശീലന പരിപാടി കരിമ്പനിൽ നടന്നു. നബാർഡ് നടപ്പാക്കുന്ന പദ്ധതിയിൽ സംസ്ഥാനത്തെ 8 ജില്ലകളാണ് ഉള്ളത്. കരിമ്പൻ ബിഷപ്പ് ഹൌസിൽ നടന്ന പരിപാടിയിൽ സിബി തോമസ് ക്ലാസ് നയിച്ചു. ജലസംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് കൃഷി ജലദൂത് പരിശീലനം നടത്തിയത്. നബാർഡിന്റെ സഹായത്തോടെ ഇടുക്കി ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയും പീരിമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നാൾക്കുനാൾ ഉണ്ടാകുന്ന ജലദൗർലഭ്യത്തിന് പരിഹാരം കാണുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ജലം ദൗർലഭ്യം നേരിടുന്നതും ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്നതും വരൾച്ച ബാധിക്കുന്നതും ആശങ്കയോടെ കാണണം. അതുകൊണ്ട് തന്നെ ഈ മഴ വരുന്ന ഒരു സമയമായതുകൊണ്ട് ജൂൺ മാസം 30-ാം തീയതിക്കകം ഈ 25 പഞ്ചായത്തുകളിലായി ഏതാണ്ട് 400ഓളം വാർഡുകളിൽ ഈ ജല പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ഓൾ ഇന്ത്യ ജലദൂതുമാർ എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ ജലദൂതുമാരുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും ചുരുങ്ങിയത് 50 പേരെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിന് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുക. ഇടുക്കി ബിഷപ്പ് ഹൌസിൽ നടന്ന പരിശീലന പരിപാടിയിൽ മാസ്റ്റർ ട്രെയിനർ സിബി തോമസ് ക്ലാസ് നയിച്ചു. നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ അശോക് കുമാർ നായർ മുഖ്യ അതിഥിയായിരുന്നു. ഇടുക്കി ജില്ലയിലെ 20 പഞ്ചായത്തുകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുഴിപ്പള്ളിൽ ആൽബിൻ റജിയെ സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജനശ്രീ മണ്ഡലം ചെയർമാൻ ജോബി കാട്ടൂർ മൊമന്റോ നൽകി. സനൽ സഹദേവൻ, KV ജോർജ്, വിനേഷ്, ഫ്രാൻസിസ് ജോസ്, KP ശശി തുടങ്ങിയവർ സംസാരിച്ചു. ചാവറ കമ്പ്യൂട്ടർ അക്കാദമിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട SSLC പാസ്സായവർക്ക് സൗജന്യ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുന്നു. 6 മാസം 1 വർഷം കാലാവധിയുള്ള സർക്കാർ അംഗീകൃത കോഴ്സാണ് നടത്തുന്നത്. താൽപര്യമുള്ളവർ 9744682992 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഉപ്പുതറ പരപ്പ് ചാവറ റിന്യൂവൽ സെന്ററിൽ ആബ അനുഭവ ധ്യാനം സംഘടിപ്പിക്കുന്നു. മെയ് 26 മുതൽ 30 വരെയാണ് ധ്യാനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446464685 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 2017-2018 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ അഡ്മിഷന്റെ ഹെൽപ്പ് ഡെസ്ക് ലബ്ബക്കട JPM കോളേജിൽ പ്രവർത്തനം തുടങ്ങി. ബിരുദ ഏകജാലക സംവിധാനം തികച്ചും സൗജന്യമായി ഉപയോഗിക്കാൻ ഇതുവഴി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് 048682592236 എന്ന ഫോൺ നമ്പറിലോ 9562034555 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടണം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's ജ്വല്ലറി. കടുത്ത വേനലിൽ ഏലച്ചെടികൾ പലയിടത്തും കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു. എന്നാൽ ജലസേചനം നടത്താതെ തന്നെ ശാസ്ത്രീയ രീതിയിൽ കൃഷി സംരക്ഷിക്കുകയാണ് കാഞ്ചിയാർ മേപ്പാറ സ്വദേശി TA രാജൻ. കടുത്ത വേനലാണ്. വേനൽ മഴയും അപൂർവം. ജലസേചന സൗകര്യമുള്ള തോട്ടങ്ങൾ പോലും കരിഞ്ഞുണങ്ങുന്നു. കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാകാതെ ഏലച്ചെടികൾ വെട്ടിമാറ്റിയവരും നിരവധി. എന്നാൽ കാഞ്ചിയാർ മേപ്പാറ സ്വദേശി രാജന്റെ കൃഷിയിടത്തിൽ വേനലിന് നാശം വിതയ്ക്കാനായില്ല. പടിഞ്ഞാറൻ ചെരിവുള്ള കൃഷിയിടത്തിൽ ഏലച്ചെടികൾ നനയ്ക്കാൻ യാതൊരു മാർഗവുമില്ല. ഇതോടെയാണ് കൃഷിരീതി മാറ്റാൻ തീരുമാനിച്ചത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ മരത്തിന്റെ ചില്ലകൾ നിലനിർത്തി തണലൊരുക്കി. നിലത്ത് ചപ്പുചവറുകൾ നിരത്തി മണ്ണിൽ തണുപ്പും ഈർപ്പവും ഉണ്ടാക്കി. രാജന്റെ തോട്ടത്തിൽ വളപ്രയോഗവും കീടനാശിനിയുടെ ഉപയോഗവും തീരെ കുറവാണ്.
ഈ കൃഷി രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് കൃഷി ചെയ്യാറുള്ളപ്പോൾ മണ്ണിളക്കി കൃഷി ചെയ്യാറാണുള്ളത്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന നിലനിർത്തുന്ന രൂപത്തിലാണ് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. മണ്ണിൻ്റെ മുകളിൽ ഈ മണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെങ്കല്ല് നിറഞ്ഞ മണ്ണാണ്. ചെങ്കല്ല് നിറഞ്ഞ മണ്ണിൽ പെട്ടെന്ന് വെള്ളം താഴേക്ക്, മഴവെള്ളം വീണ് കഴിഞ്ഞാൽ താഴേക്ക് താഴും. ഈ വെള്ളം ഈർപ്പം ഒട്ടും നിലനിർത്താത്ത രൂപത്തിൽ താഴേക്ക് വലിഞ്ഞു പോകുമ്പോൾ അത് ഈർപ്പം നിലനിർത്താനായിട്ട് മണ്ണിൻ്റെ മുകളിലുള്ള ആ ചതുപ്പ് നിലനിർത്തക്ക രൂപത്തിൽ കള മാറ്റാതെ കൊണ്ട് ഏലത്തിൻ്റെ ചൂട് മാത്രം തെളിച്ച്, കായ എടുക്കാൻ മാത്രമുള്ള സൗകര്യത്തിന് ഏലത്തിൻ്റെ ചൂട് മാത്രം തെളിച്ച് ബാക്കിയുള്ളത് കളം മുഴുവൻ സ്ഥലത്തേക്ക് നിരത്തിയിട്ടു. ആ നിരത്തിയിട്ടതിന് ശേഷം അവിടെ കിടന്ന് അഴുകാനുള്ള സമയം കൊടുത്തു. ഒരു പുല്ല് പോലും പറിച്ച് കളയാത്ത രൂപത്തിലാണ് ഞാൻ എൻ്റെ തോട്ടം സംരക്ഷിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ ഏലത്തിന് അടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും അടിക്കാതെ കൊണ്ട് തന്നെ ഈ ഏലം നല്ല കായോടുകൂടി ഫല സമൃദ്ധമായിട്ട് തന്നെ നിൽക്കുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നു. ജൈവ കൃഷിരീതിയാണ് രാജൻ കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജന്റെ ഏലച്ചെടികളിലെ കായ്ക്ക് എന്നും നല്ല വിലയാണ്. രാജനും ഭാര്യ ലീനയുമാണ് തോട്ടത്തിലെ പണികൾ മുഴുവൻ ചെയ്യുന്നത്. പ്രകൃതിയെ സ്നേഹിച്ച് കൃഷി ഇറക്കിയാൽ മണ്ണ് ചതിക്കില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഈ നല്ല കൃഷിയിടം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് കാർഡമം ഏലക്കാല വിവരം. ആകലോട്ട് 207, വിൽപ്പനയ്ക്ക് വന്നത് 40,674, വിൽപ്പന നടന്നത് 40,674, കൂടിയ വില 1096, ശരാശരി വില 917. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 490 രൂപ, ഏലം കൂടിയ വില 950, ശരാശരി 770, കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പു 550 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 117 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2690 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കേരളത്തിൽ മെയ് 30 കാലവർഷമെത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മഴ കൂടുതൽ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മൂന്നാറിലെ വൻകിട കയ്യേറ്റ മാഫിയയുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. MM മണിയുടെ ബിനാമിയാണ് സഹോദരൻ ലംബോദരനെന്നും ആരോപണം. CPM നേതാവ് NV ബേബിയുടെ മകൻ മഞ്ജുഷിന് കണ്ണീരോടെ നാട് യാത്രാമൊഴിയേകി. മഞ്ജുഷിന്റെ മരണം ഇന്നലെ കരിമണലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ. സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ മാസം 19 ഇടമലക്കുടിയിൽ സന്ദർശനം നടത്തും. സന്ദർശിക്കുന്നത് ഡോക്ടർ പ്രമീള ദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.